ആധുനിക അന്ധവിശ്വാസത്തെക്കുറിച്ചാണ് നമ്മളിത് സംസാരിക്കുന്നത്. അന്ധവിശ്വാസത്തിൻ്റെ മനഃശാസ്ത്രം എന്താണ്? സമകാലികമായ ഒരു പ്രസക്തി ഈ വിഷയത്തിനുണ്ട്. പലപ്പോഴും ഒരു കുറ്റകൃത്യം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെ നാടകീയമായ ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴോ ഒക്കെയാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ അത്ര വിസിബിൾ അല്ലെങ്കിലും കേരളീയ സമൂഹം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വളരെ സാക്ഷരതയിലും പ്രബുദ്ധതയിലും ഒക്കെ നമ്മൾ മുന്നിട്ട് നിൽക്കുമ്പോഴും മലയാളികളുടെ മനസ്സിൽ എന്ന് മാത്രമല്ല, അത് മനുഷ്യ സഹജമായിട്ട് തന്നെ യുക്തിരഹിതമായ വിശ്വാസങ്ങൾക്ക് വലിയൊരു ശക്തിയും പ്രാബല്യവും ഉണ്ടെന്നുള്ളതാണ് ഒരു വാസ്തവം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയും മനുഷ്യനൊരു റാഷണൽ ബീയിങ് ആണ്, ഒരു യുക്തിപൂർവം ചിന്തിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അതാണ് യുക്തി ചിന്തയാണ് മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്നും ഒക്കെ വ്യത്യസ്തനാക്കുന്നതെന്ന് പറയും. പക്ഷെ അതിനകത്ത് ഉള്ള ഒരു യഥാർത്ഥ വശം യുക്തിപൂർവം ചിന്തിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട് എന്നുള്ളത് മാത്രമാണ്. മനുഷ്യൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ചിന്തകളും യുക്തിയുടെ അടിസ്ഥാനത്തിലോ തെളിവിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. വളരെ വൈകാരികമായിട്ടുള്ള അടിസ്ഥാനത്തിലും സ്വന്തം ഉത്കണ്ഠയും ഭയാശങ്കകൾക്കും ഒക്കെ ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ചില ചിന്തകളിൽ അഭയം തേടുക എന്നുള്ളത് മനുഷ്യ സഹജമായിട്ട് തന്നെയുള്ള ഒരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിനും ഒക്കെ അതിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ ഈ അടിസ്ഥാന മനുഷ്യൻ ഒരു ജീവി എന്നുള്ള രീതിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രവണത തന്നെയാണ് യുക്തിരഹിതമായി ചിന്തിക്കുക. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ചില വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടാകുക എന്നുള്ളതൊക്കെ. അതുകൊണ്ട് വളരെ സഹജമായിട്ടുള്ള മനുഷ്യൻ സഹജമായിട്ടുള്ള ഒരു ഭാവം തന്നെയാണ് ഈ അന്ധവിശ്വാസം. വിദ്യാഭ്യാസവും ആധുനിക ടെക്നോളജിയും ഒക്കെ അതിനെ കുറച്ചൊക്കെ മറച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ ഇപ്പോഴും ശക്തമായിട്ട് അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് മനോവിജ്ഞാനീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്കത് തീർച്ചയായിട്ടും പറയാൻ പറ്റും. വളരെ ശക്തമായിട്ട് വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരുടെ ഇടയിൽ പോലും ഇങ്ങനത്തെ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു ഉണ്ട്.